നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാത്രമല്ല സാറിന്റെ ഭാര്യയായിട്ട് ശ്രുതി വരണമെന്നും അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും പോസിറ്റീവായ മറുപടിയല്ലേ കൊടുക്കേണ്ടത്. പക്ഷെ എനിക്കറിയാം ചേച്ചി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്തെങ്കിലും ചേച്ചി ചോദിച്ചിരുന്നെങ്കിൽ അത് എന്റെയും ശരത്തേട്ടന്റെയും വിവാഹത്തിനൊരു തടസ്സമായേനെ. ഇതിപ്പോ യാതൊരു മറയില്ലാതെയാ ചേച്ചി ഈ വിവാഹം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞത്. ഈ ജന്മം ഉള്ളിടത്തോളം അതിന്റെ നന്ദി ഞാൻ ചേച്ചിയോട് കാണിക്കും. നന്ദിയൊന്നും വേണ്ട ശ്രുതി, ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാനൊന്നും ചെയ്യാറുള്ളത്. ഈ പറഞ്ഞത് ചേച്ചിയുടെ വലിയ മനസ്സ്. അയ്യോ, ശരത്തേട്ടനെ കൊണ്ടുപോകാനായി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. ഇനി ഏട്ടനോടുള്ള എന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. മുഖത്തെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും സുന്ദരി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. പക്ഷെ എപ്പോഴും പുഞ്ചിരിക്കുന്ന സുന്ദരിയുടെ മുഖത്ത് ഇതുപോലൊരു നിഴൽ വീണതിന്റെ കാരണം എന്തെന്ന് ഞാനിപ്പോ അറിഞ്ഞു. എന്തറിഞ്ഞു? ഞാൻ അറിഞ്ഞത് എന്ത് തന്നെ ആയാലും അതിന്റെ പേരില് സുന്ദരിയുടെ മുഖത്തുണ്ടായ ഈ വിഷമം എനിക്കിഷ്ടമായി. സുന്ദരിയുടെ മുഖത്തെ ഈ സങ്കടം ശരിക്കും ആസ്വദിക്കാൻ ഞാനിപ്പോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖം പാടുമ്പോ അത് കണ്ട് മറ്റേയാൾ സന്തോഷിക്കുന്നുവെങ്കിൽ അവർക്കിടയിലെ കെമിസ്ട്രി എന്തായിരിക്കും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കും സുന്ദരിക്കും ഉണ്ട്. ചില സങ്കടങ്ങളുടെ ക്ലൈമാക്സ് ഒക്കെ വലിയ സന്തോഷമായിരിക്കും, ആജീവനാന്ത സന്തോഷം. ഇവിടെയും നമുക്കത് പ്രതീക്ഷിക്കാം. ബി ഓപ്റ്റിമിസ്റ്റിക് സുന്ദരി. മാസ്റ്റർ ഒന്ന് ലഞ്ച് കൊണ്ടുവന്നല്ലേ? ഇതങ്ങനെ ലഞ്ചൊന്നും പറയാൻ പറ്റില്ല മോളെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ലഞ്ച്. ഞാനും അയലത്തെ വീട്ടിലെ അമ്മൂമ്മയും കൂടി ഒരു പണി ഒപ്പിച്ചായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. ആഹാ, എന്ത് പണി? ഒരു ഇലയൊക്കെ വെട്ടി അതിന്റെ അകത്ത് ചോറൊക്കെ പൊതിഞ്ഞ് കറിയൊക്കെ വെച്ച് എല്ലാം എടുത്ത് ബാഗിൽ വെച്ചതായിരുന്നു. എന്തിന്? മാസ്റ്ററിനെ കൊണ്ടുതരാൻ. വേറെന്തിനാ? ഓ, അത് കൊള്ളാലോ. എന്നിട്ടാ പൊതിച്ചോറെവിടെ? ആ പൊതിച്ചോറിനെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചോ? എന്റെ വീട്ടിലൊരു ആന്റി ഉണ്ട്. ആ ആന്റി ബാഗിൽ നിന്ന് പൊതിച്ചോറെടുത്ത് പോയിക്കളഞ്ഞു. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. എന്നിട്ട് അമ്മൂട്ടിയോട് പറഞ്ഞു കൊടുക്ക, മാസ്റ്ററിന് വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞോണ്ട് പോകുന്നത് തെറ്റാണെന്ന്. അയലത്തെ വീട്ടിലെ അമ്മൂമ്മയ്ക്കും വിഷമായി, എനിക്കും വിഷമായി. അല്ലായിരുന്നെങ്കിലേ മാസ്റ്ററിനിപ്പോ ആ പൊതിച്ചോറ് കഴിക്കായിരുന്നു. അയലത്തെ വീട്ടിലെ അമ്മൂമ്മ ഉണ്ടാക്കിയ ചോറും കറികളും ആയിരുന്നു. ആ അമ്മമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വല്ലാത്തൊരു ടേസ്റ്റാ. എത്ര കഴിച്ചാലും കൊതി തീരില്ല. എങ്കി ഒരു കാര്യം ചെയ്, എന്റെ ചോറ് മാസ്റ്റർ കഴിച്ചോ, മാസ്റ്ററിന്റെ ചോറ് ഞാനും കഴിക്കാം. അയ്യോ, അത് വേണ്ട.
മോളുടേത് മോള് തന്നെ കഴിച്ചോ. അതെന്താ? ഞാൻ തന്നാ മാസ്റ്റർ കഴിക്കില്ലേ? ആ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടുപേരുടെയും ഭക്ഷണം നമുക്ക് 2 പേർ കൂടി കഴിക്കാം. എന്താ? ആ, കഴിക്കാം. ആ, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, റിട്ടേൺ ടിക്കറ്റ് ഓക്കെ ആയോ? റിട്ടേൺ ആയിട്ടില്ല. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പ്ലാൻ ചെയ്യാന്ന് കരുതി. എന്നാലും അധിക ദിവസം എടുക്കോ? ചിലപ്പോ നാളെ തന്നെ കാര്യങ്ങൾ സാധിച്ചെന്നിരിക്കാം. ചിലപ്പോ ഒരാഴ്ച ആയാലും കഴിഞ്ഞൊന്നും വരില്ല. ഒരാഴ്ചയിലധികം എടുക്കോ? എന്താ എന്നെ മെസ്സിയോ സുന്ദരിക്ക്? ആര് പറയാൻ, സുന്ദരിക്ക് മടി കാണും. പക്ഷെ ഞാൻ തുറന്നു പറയും, എനിക്ക് സുന്ദരിയെ നന്നായി മിസ് ചെയ്യും. മിസ് ചെയ്യുമെന്ന് തോന്നുമ്പോ അതിനൊരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്ത് പരിഹാരം? ഞാനൊരു കാര്യം എടുത്ത് നോക്കും. എന്ത്? ദാ. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം. അപ്പോ ഞാനും ഈ വീഡിയോ എടുത്ത് നോക്കിയാ മതിയോ? അപ്പൊ എന്നെ മിസ് ചെയ്യുമല്ലേ? ശരത്തേട്ടാ, ശരത്തേട്ട എപ്പോഴാ തിരിച്ചു വരുന്നേ? എന്തുപറ്റി ശ്രുതി? ഒരുപാട് ദിവസം കഴിഞ്ഞേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ? ചിലപ്പോ 1-2 ആഴ്ച, അത്രേ ഉള്ളൂ. അയ്യോ, 1-2 ആഴ്ചയോ? അത്രയും നാൾ ഞാൻ എങ്ങനെ ശരത്തേട്ടനെ കാണാതിരിക്കും? അത്രയും നാളൊന്നും പറ്റില്ല, വേഗം തിരിച്ചു വരണം. ഞാൻ വേഗം തിരിച്ചു വരും. അത് മതി, എനിക്കറിയാം ശരത്തേട്ടൻ വേഗം തിരിച്ചു വരുമെന്ന്. അതെ, വെളിയിൽ കുറച്ച് ടീഷർട്ടൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ വേണോ? വേണ്ട. നല്ല വെയിലത്ത് കിടക്കേ, കളർ മങ്ങിപ്പോവും. ഞാനത് എടുത്തു വെക്കട്ടെ. പാവം, സാറിനോട് വല്ലാത്തൊരു അഡിക്ഷനാണ് ശ്രുതിക്ക്. ആ അഡിക്ഷൻ തിരിച്ചും തോന്നുന്നുണ്ട് സുന്ദരി. അതെന്താ തോന്നാത്തത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വലിയ എക്സ്പ്ലനേഷൻ വേണ്ടി വരും. ഫ്ലൈറ്റ് അങ്ങ് പോവും.